ജനുവരിയിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള നായക താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. 10ാം സ്ഥാനത്ത് അക്ഷയ് കുമാറാണ് ഇടം നേടിയത്. സമീപകാലത്ത് അക്ഷയ് കുമാറിൻ്റെതായി വന്ന ചിത്രങ്ങൾക്കൊന്നും വൻ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. 9ാം സ്ഥാനത്ത് സൽമാൻ ഖാനാണ് ഇടം നേടിയത്. സിനിമകൾ തുടർച്ചയായി ചെയ്യുന്നില്ലെങ്കിലും വാർത്തകളിൽ ഇടം നേടുന്നതിനാലാണ് സൽമാൻ ഖാൻ പട്ടികയിൽ ഇടം പിടിച്ചത്. ഒരു തെന്നിന്ത്യൻ താരമാണ് 8ാം സ്ഥാനത്ത് ഇടം നേടിയത്. ജൂനിയർ NTR ആണ് ആ താരം. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ഡ്രാഗൺ എന്ന സിനിമയാണ് ജൂനിയർ NTRൻ്റെതായി ഒരുങ്ങുന്നത്. 7ാം സ്ഥാനത്തും തെലുങ്ക് താരമാണ്. രാം ചരണാണ് ആ താരം. പെഥി എന്ന സിനിമയാണ് രാം ചരണിൻ്റെതായി ഒരുങ്ങുന്നത്. 6ാം സ്ഥാനത്ത് ഒരു തമിഴ് താരമാണ് ഇടം നേടിയത്. അജിത് കുമാറാണ് 6ാം സ്ഥാനത്ത് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. സിനിമകൾ തുടർച്ചയായി ചെയ്യുന്നില്ലെങ്കിലും ബൈക്ക് റേസിംഗിലും മറ്റും സജീവമാണ് അജിത് കുമാർ. 5ാം സ്ഥാനത്ത് മഹേഷ് ബാബു ആണ്. SS രാജമൗലിയുടെ വാരണാസിയാണ് മഹേഷ് ബാബുവിൻ്റെതായി ഒരുങ്ങുന്ന ചിത്രം. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രാജ്യമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒന്നാണ്. 4ാം സ്ഥാനത്താണ് ആദ്യത്തെ ബോളിവുഡ് താരം ഇടം നേടിയിരിക്കുന്നത്. പതിവ് പോലെ ഷാരൂഖ് ഖാനാണ് ജനുവരിയിലും ജനപ്രീതിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന താരം. 3ാം സ്ഥാനത്ത് തെലുങ്ക് താരമാണ്. അല്ലു അർജുനാണ് ആ താരം. അറ്റ്ലി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് അല്ലു അർജുൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ ഒരു ചിത്രവും അല്ലു അർജുൻ്റെതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് മലയാളികളുടെയും പ്രിയ താരം വിജയ് ആണ്. സമീപകാലത്ത് വാർത്തകളിൽ ഏറ്റവും നിറഞ്ഞു നിന്ന ഒരു താരമാണ് വിജയ്. വിജയ് നായകനായി ജനനായകൻ എന്ന സിനിമയാണ് ഇനി റിലീസ് ചെയ്യാനുള്ളത്. സെൻസർ നടപടികളിൽപ്പെട്ട് ജനനായകന്റെ റിലീസ് അനിശ്ചിതമായി നീളുകയാണ്. മലയാളികളുടെ മറ്റൊരു പ്രിയ താരം പ്രഭാസാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. ദ രാജാസാബാണ് പ്രഭാസ് ചിത്രമായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.